4.5 കോടി രൂപയാണ് പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലിൽ നടക്കുന്ന തട്ടിപ്പിന്റെ. അത് ഓരോ മണ്ഡലങ്ങളിലെയും ബൂത്തുകളിലേക്ക് വരുമ്പോൾ, ഓരോ മണ്ഡലങ്ങളിലേക്കും വരുമ്പോൾ എത്ര കോടി രൂപയാണ്? 440 കോടി രൂപ എന്ന ഫിഗർ പോലും ഒരു മുഖ്യധാരാ മാധ്യമം ഇന്ന് രാവിലെ റിപ്പോർട്ടർ അത് പരാമർശിക്കണമെങ്കിൽ നോക്കൂ നിങ്ങൾ, എന്താണ് ബി.ജെ.പിയിൽ നടക്കുന്നത് എന്ന്. പി.സി. ജോർജ് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ, അതിനുശേഷം അദ്ദേഹം മലക്കം മറിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ വലിയ ക്രമക്കേട്. ബി.ജെ.പി എന്താണ്? ബി.ജെ.പി അധികാരത്തിന്റെ ആൾ രൂപമായി മാറിയിട്ടുള്ള നേതാക്കന്മാർ. അവർക്ക് വലിയ രീതിയിലുള്ള അഹങ്കാരമാണ്, അഹന്തയാണ്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അവർ ജനങ്ങളെ പേടിക്കുന്നില്ല. ജനങ്ങളെ പേടിക്കണമെങ്കിൽ എന്ത് വേണം? ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം വേണം. എന്തിനാണ് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടാകേണ്ടത്? ഓരോ 5 വർഷം കഴിയുമ്പോഴും, അല്ലെങ്കിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ വിശകലന പരിപാടികളിലും, ഓരോ രാഷ്ട്രീയ ഇടപെടലിലും നടത്തേണ്ട സ്ഥലത്തുമെല്ലാം കാര്യഗൗരവമായി ഇടപെടണം. ജനങ്ങൾ സദാ വീക്ഷിക്കുന്നവരാണ്, അവർ ബോധ്യമുള്ളവരാണ് എന്ന ചിന്ത വേണം. ഓരോ ഇലക്ഷനിലും ബാലറ്റ് പേപ്പറിലേക്ക് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലേക്ക് വിരലമർത്തുമ്പോൾ ആ വിരലടയാളത്തിന്റെ തനതായ രൂപമല്ല റിസൾട്ടായി ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മേടിച്ചെടുക്കുന്നത് എന്ന് ഈ നാട്ടിൽ വിശ്വസിക്കാത്തവരുണ്ടോ? എത്രമേൽ വലിയ നിഷ്കളങ്കതയാണത്! ആ നിഷ്കളങ്കമായ ചോദ്യം ഉയർത്താത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? കൊൽക്കത്തയിൽ, അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ, എന്തിനേറെ പറയുന്നു, ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ ബി.ജെ.പി വിജയങ്ങളെ അത് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടായി കാണുന്ന ആളുകൾ ചെറുതല്ല. ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ പാകത്തിനുള്ള സാമ്പത്തിക സാമ്പത്തിക സ്ഥിരത കൈവരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളിടത്ത് പോലും ഒരു മണ്ഡലത്തിൽ 4.5 കോടി രൂപ ഇതെല്ലാം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇനി പി.സി. ജോർജ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നാൽ, പി.സി. ജോർജ് വാക്കിന് വ്യവസ്ഥയില്ലാതെ, നാക്കിനെല്ലില്ലാതെ ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാറിലിരുന്ന് വർഗീയ വിഷം വെറുതെ ചീന്തുമ്പോൾ, വെറുതെ ഇങ്ങനെ അഴിച്ചുവിടുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് കാശ് പി.സിക്ക് കിട്ടിയത് കൊണ്ട്, പി.സിക്ക് ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള ആസ്തി പി.സിയുടെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടാണ് പി.സി നാണം കെട്ട തീരുമാനമെടുത്തതെന്ന് നമുക്ക് എല്ലാവരും ചിന്തിച്ചിട്ടുള്ളതാണ്, വിചാരിച്ചിട്ടുമുള്ളതാണ്. അത് വ്യക്തമാവുകയാണ്. പി.സി ജോർജും ഷോൺ ജോർജും ആരെല്ലാം ഇന്ന് ബി.ജെ.പി പക്ഷത്തുണ്ടോ അവരെല്ലാവരും ഒന്നെങ്കിൽ ഇ.ഡി റെയ്ഡ് എന്ന് പറയുന്ന വലിയ സംഭവത്തെ ഭയന്നിട്ടും, അതുപോലെ തന്നെ അവരുടെ കയ്യിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന വലിയ സാമ്പത്തിക ആസ്തിയുടെ കണക്കിൽ കണ്ണുമഞ്ഞളിച്ചിട്ടാണ് എന്നും യാതൊരു സംശയവുമില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, പി.സി ജോർജ് ഒരു പ്രാദേശിക പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഈ കണക്ക്, 4.5 കോടിയുടെയും കോടിക്കണക്കിന് രൂപയുടെയും ഈ കണക്ക് ബി.ജെ.പിയുടെ പണത്തിന്റെ മണി പവറാണ് കാണിക്കുന്നത്. കാശ് കൊടുത്ത് വോട്ട് മേടിക്കുന്നു, ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നു. അധികാരം കിട്ടുന്ന ഏതൊരു സ്ഥലത്തും അവിടെ ശക്തമായ രീതിയിൽ വർഗീയതയും കാവ്യ രാഷ്ട്രീയവും പരത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ആരെയും ഭയക്കുന്നില്ല, ആരെയും ബി.ജെ.പി ഒരു സഹായവും പ്രതീക്ഷിക്കുന്നുമില്ല. ബി.ജെ.പിയുടെ കയ്യിലുള്ള മണി പവർ കൊണ്ട് കാര്യങ്ങൾ നേടി മുന്നോട്ട് പോവുക എന്നുള്ള സ്ഥിര രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് തന്നെയാണ് കേരളത്തിലും ബി.ജെ.പി ഊന്നൽ കൊടുക്കുന്നത് എന്ന് പറയാതെ വയ്യ.